തിളക്കം നോക്കി യുദ്ധവിധി നിശ്ചയിക്കുന്ന പഴയ പാശ്ചാത്യ ശൈലിക്ക് ഇനി പ്രസക്തിയൊന്നുമില്ല. അമേരിക്കയുടെ പക്കൽ 5ാം തലമുറ വിമാനങ്ങൾ കണ്ടേക്കാം, എന്നാൽ ഇറാന്റെ പക്കലുള്ളത് വരാനിരിക്കുന്ന മഹാപ്രളയത്തിന്റെ പടനീക്കങ്ങളാണ്. വാസ്തവത്തിൽ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധമുണ്ടായാൽ അമേരിക്കയെ തകർക്കാൻ ഇറാന് അധിക സമയം വേണ്ടി വരില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനു പിന്നിൽ കൃത്യമായ തന്ത്രങ്ങൾ അവരവിടെ മെനഞ്ഞു വെച്ചിട്ടുമുണ്ട്. എന്തൊക്കെയാണതെന്നല്ലേ നമുക്ക് പരിശോധിക്കാം. അമേരിക്കയുടെ പക്കലുള്ളത് ലോകത്തിന്റെ ഏത് കോണിലും ചെന്ന് ആക്രമിക്കാൻ ശേഷിയുള്ള കൂറ്റൻ വിമാനവാഹിനി കപ്പലുകളാണ് എങ്കിൽ ഇറാന്റെ കൈവശമുള്ളത് അവയെ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് അയക്കാൻ ശേഷിയുള്ള ആയിരക്കണക്കിന് ചെലവ് കുറഞ്ഞ ചാവേർ ഡ്രോണുകളും ഹൈപ്പർസോണിക് മിസൈലുകളുമാണ്. ഫത്താഹ് പോലുള്ള ഇറാന്റെ പുതിയ മിസൈലുകൾക്ക് ശബ്ദത്തേക്കാൾ 15 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമ്പോൾ അമേരിക്കയുടെ കോടിക്കണക്കിന് ഡോളർ വിലയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വെറും കാഴ്ചക്കാരായിട്ടാണ് മാറാൻ പോകുന്നത്. ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ മേഖലകൾ മിനിറ്റുകൾക്കുള്ളിൽ അടച്ചുപൂട്ടാൻ ഇറാന് സാധിക്കും. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കാൻ മതിയായ നീക്കം തന്നെയാണ്. ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഇറാൻ ഒരു വലിയ കോട്ടയാണ്. പർവ്വത നിരകൾക്കുള്ളിൽ ഒളിപ്പിച്ച 100 കണക്കിന് മിസൈൽ നഗരങ്ങൾ അമേരിക്കൻ ഉപഗ്രഹങ്ങളുടെ കണ്ണിൽ പെടാൻ പോലും പോകുന്നില്ല. ഇറാന്റെ സൈനിക തന്ത്രം നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലല്ല, മറിച്ച് അമേരിക്കൻ സൈന്യത്തെ 1000 മുറിവുകളിലൂടെ തളർത്തുക എന്നതാണ് അവരുടെ ദൗത്യം. ലബനിലെ ഹിസ്ബുള്ള മുതൽ യമനിലെ ഹൂതികൾ വരെയുള്ള ഇറാന്റെ പകരക്കാർ മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള അമേരിക്കൻ താവളങ്ങളെ ചുട്ട് ചാമ്പലാക്കാൻ സജ്ജവുമാണ്. സാങ്കേതിക വിദ്യയുടെ അഹങ്കാരത്തിൽ അമേരിക്ക വിട്ടുകളയുന്നതും ഇറാന്റെ ഈ അസമമായ യുദ്ധമുറകളെ തന്നെയാണ്. വിമാനങ്ങൾ പറത്താൻ സ്പെയിനർ പാർട്സുകൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നവരല്ല ഇറാനികൾ. പതിറ്റാണ്ടുകളായുള്ള ഉപരോധം അവരെ സ്വന്തം മണ്ണിൽ വിസ്മയങ്ങൾ തീർക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഓരോ നീക്കത്തെയും മുൻകൂട്ടി കണ്ട് അവർ പണിതിരിക്കുന്നത് തകർക്കാൻ കഴിയാത്തൊരു പ്രതിരോധ വലയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ഉണ്ടായാൽ അത് വാഷിംഗ്ടൺ ആഗ്രഹിക്കുന്നത് പോലെ പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്നില്ല. പകരം ആഗോളതലത്തിൽ അമേരിക്കയുടെ ആധിപത്യം തകരുന്നതിന്റെ തുടക്കമായിരിക്കും ആ മഹായുദ്ധം എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാന്റെ കരുത്ത് അവരുടെ മിസൈലുകളുടെ എണ്ണത്തിലല്ല ഉള്ളത്, മറിച്ച് ഏത് അത്യാധുനിക ശക്തിയെയും നിലംപരിശാക്കാനുള്ള അവരുടെ രാഷ്ട്രീയ നിശ്ചയ ദാർഢ്യത്തിലാണ് അവിടെ ഇരിക്കുന്നത്. ഇറാന്റെ സൈനിക തന്ത്രങ്ങളെയും അവർ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സാങ്കേതിക വിദ്യകളെയും കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കേണ്ട വിഷയം ഹൈപ്പർസോണിക് വിപ്ലവത്തെ കുറിച്ചാണ്. അതായത് ഫത്താഹ് മിസൈലുകൾ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കുന്ന ഒന്നാണ് ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യ. ഫത്താഹ് 1, ഫത്താഹ് 2 എന്നീ മിസൈലുകൾക്ക് മണിക്കൂറിൽ ഏകദേശം 15,000 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നതാണ്. അന്തരീക്ഷത്തിനകത്തും പുറത്തും പാത മാറ്റി സഞ്ചരിക്കാൻ ഇവയ്ക്ക് ശേഷിയുള്ളതിനാൽ നിലവിലുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും ഇവയെ തടയാനേ സാധിക്കില്ല. രണ്ടാമത്തെ വിഷയം ഡ്രോൺ യുദ്ധമുറയിലെ ഇറാന്റെ മാസ്റ്റർ ക്ലാസ് ആണ്. അതായത് ചിലവ് കുറഞ്ഞതും എന്നാൽ മാരകവുമായ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിൽ ഇറാൻ ഇന്ന് ലോകശക്തിയായി മാറിയിരിക്കുന്നു. ഷഹേദ് 162 പോലുള്ള കാമിക്കാസി ഡ്രോണുകൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇതിനോടകം തന്നെ തങ്ങളുടെ കരുത്ത് തെളിയിച്ചതാണ്. ആയിരക്കണക്കിന് ഡ്രോണുകൾ ഒരേ സമയം അയക്കുന്ന സ്വാം അറ്റാക്ക് രീതി പയറ്റിയാൽ അമേരിക്കൻ കപ്പലുകളുടെ റഡാർ സംവിധാനങ്ങൾ ആശയക്കുഴപ്പത്തിലാവുകയും പ്രതിരോധം തകരുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം മിസൈൽ സിറ്റികളാണ്. അതായത് ഭൂമിക്കടിയിൽ 100 കണക്കിന് മീറ്റർ താഴ്ചയിൽ പർവ്വതങ്ങൾ തുരന്ന് നിർമ്മിച്ച കൂറ്റൻ സൈനിക താവളങ്ങളാണ് ഇറാന്റെ മറ്റൊരു കരുത്ത്. ഉപഗ്രഹങ്ങൾക്കോ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്കോ തകർക്കാൻ കഴിയാത്ത ഈ താവളങ്ങളിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിക്കാൻ സജ്ജമായ ലോഞ്ചറുകൾ സജ്ജവുമാണ്. ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ പോലും ഇറാന്റെ പ്രത്യാക്രമണ ശേഷി നിലനിൽക്കുമെന്ന് ഇത് ഉറപ്പിക്കുന്നു. നാലാമത്തെ വിഷയം അസമമായ നാവിക യുദ്ധത്തെ കുറിച്ചാണ്. അതായത് പേർഷ്യൻ ഗൾഫിൽ അമേരിക്കയുടെ കൂറ്റൻ യുദ്ധ കപ്പലുകളെ നേരിടാൻ ഇറാൻ ഉപയോഗിക്കുന്നത് 100 കണക്കിന് വേഗതയേറിയ ചെറിയ ബോട്ടുകളെയാണ്. അതായത് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവയിൽ അത്യാധുനിക ടോർപിഡോകളും മിസൈലുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയ കപ്പലിനെ വശങ്ങളിൽ നിന്ന് വളഞ്ഞ് ആക്രമിക്കുന്ന ഈ തേനീച്ചക്കൂട്ടം ഇതൊരു തന്ത്രമാണ്. ഈ തേനീച്ചക്കൂട്ട തന്ത്രം അമേരിക്കൻ നാവികസേനയ്ക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യം ഇലക്ട്രോണിക് വാർഫെയർ ആണ്. അതായത് 2011 അമേരിക്കയുടെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള RQ-170 സെന്റിമെന്റൽ എന്ന ഡ്രോണിനെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇറാൻ തറയിലിട്ടത് ലോകത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു. ശത്രുവിന്റെ ആശയവിനിമയ സംവിധാനങ്ങൾ തകർക്കാനും
GPS സിഗ്നലുകൾ മാറ്റാനുമുള്ള ഇറാന്റെ ശേഷി അമേരിക്കൻ സാങ്കേതിക വിദ്യക്ക് വലിയൊരു ഭീഷണിയാണ് അന്നും ഇന്നും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളിൽ ഏറ്റവും നിർണായകമായ ഒന്ന് അവരുടെ അത്യാധുനികമായ സൈബർ യുദ്ധശേഷി തന്നെയാണ്. അതായത് ശത്രുവിന്റെ കമ്പ്യൂട്ടർ ശൃംഖലകളെ തകർക്കുക എന്നതിലുപരി അത്യാധുനിക ഡ്രോണുകളെയും മിസൈൽ ഗൈഡൻസ് സംവിധാനങ്ങളെയും വഴിതിരിച്ചുവിടാൻ അവർക്ക് പ്രത്യേക വൈദഗ്ധ്യം തന്നെ ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അമേരിക്കയുടെ നിരീക്ഷണ ഡ്രോണായിട്ടുള്ള RQ-170 സെന്റലന്റിനെ ഇറാൻ സുരക്ഷിതമായി തറയിറക്കിയത്. അതായത് GPS സിഗ്നലുകളെ കബളിപ്പിച്ചുകൊണ്ട് ഒരു യുദ്ധവിമാനത്തെയോ ഡ്രോണിനെയോ സ്വന്തം നിയന്ത്രണത്തിലാക്കാൻ ഇറാനിയൻ സൈബർ യൂണിറ്റുകൾക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. ഇത് യുദ്ധഭൂമിയിൽ അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വത്തെ വലിയ തോതിൽ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഇറാന്റെ പ്രതിരോധ നിരയിൽ അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ലബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ തുടങ്ങിയ ഗ്രൂപ്പുകളുടെ കൈവശം ഇറാൻ കൈമാറിയ 10,000 കൃത്യതയാർന്ന മിസൈലുകളുണ്ട്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഒരേ സമയം ലബനൻ, സിറിയ, ഇറാഖ്, യമൻ എന്നീ 4 ദിക്കുകളിൽ നിന്നും അമേരിക്കൻ താവളങ്ങൾക്കും സഖ്യകക്ഷികൾക്കും നേരെ ആക്രമണം ഉണ്ടാകും. ഈ ഒന്നിലധികം മുന്നണികളിലെ യുദ്ധത്തെ നേരിടുക എന്നത് അമേരിക്കയുടെ വിഭവങ്ങൾക്കും സൈനിക ശേഷിക്കും താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇറാന്റെ ബാവർ 373 പോലുള്ള വായു പ്രതിരോധ സംവിധാനങ്ങൾ ശത്രുവിന്റെ സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും കണ്ടെത്താൻ ശേഷിയുള്ളതാണ്. സാധാരണ റഡാറുകൾക്ക് പിടികൊടുക്കാത്ത വിമാനങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്ന ക്വാണ്ടം റഡാർ സാങ്കേതിക വിദ്യയിൽ പോലും ഇറാൻ ഗവേഷണങ്ങൾ നടത്തിപ്പോരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ 5ാം തലമുറ വിമാനങ്ങൾക്ക് ഇറാന്റെ ആകാശത്ത് പഴയതുപോലെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുകയുമില്ല. ഇറാന്റെ മിസൈൽ ശേഖരം വെറും ആയുധങ്ങളല്ല, മറിച്ച് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ സ്വാധീനത്തെ മിനിറ്റുകൾക്കുള്ളിൽ ചാരമാക്കാൻ ശേഷിയുള്ള ഒരു സുരക്ഷാ കവചമാണ് എന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ഇറാന്റെ നാവിക പ്രതിരോധ തന്ത്രങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെയും സമ്പ്രദായിക യുദ്ധരീതികളെ പാടെ തള്ളിക്കളയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമേരിക്കയുടെ കൂറ്റൻ വിമാനവാഹിനി കപ്പലുകൾ സമുദ്രത്തിലെ രാജാക്കന്മാരാണെന്ന് തോന്നുമെങ്കിലും ഇറാന്റെ പക്കലുള്ള ഹൂത്ത് ടോർപിഡോകൾ ഇവയ്ക്ക് അന്ത്യവിധി കുറിക്കാൻ പോന്നവ തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോർപിഡോകളിൽ ഒന്നായ ഇത് മണിക്കൂറിൽ ഏകദേശം 360 കിലോമീറ്റർ വേഗത്തിൽ വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കും. സൂപ്പർ കാവിറ്റേഷൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാൽ ഈ ടോർപിഡോയുടെ വേഗതയ്ക്കും പ്രഹരശേഷിക്കും മുന്നിൽ അമേരിക്കൻ കപ്പലുകളുടെ നിലവിലെ പ്രതിരോധ സംവിധാനങ്ങൾ ഫലപ്രദമാകില്ല. ഹോർമുസ് കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉപയോഗിച്ച് ഇത്തരം ആയുധങ്ങളിലൂടെ അമേരിക്കൻ നാവിക വ്യൂഹത്തെ കുടുക്കാൻ ഇറാന് എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. ഇതിനു പുറമെ ഇറാന്റെ സ്വാം ബോട്ട് തന്ത്രം അമേരിക്കൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നം തന്നെയാണ്. അതായത് 100 കണക്കിന് ചെറിയ വേഗതയേറിയ ബോട്ടുകൾ ആധുനിക മിസൈലുകളുമായി ഒരു വലിയ കപ്പലിനെ 4 ഭാഗത്തു നിന്നും ഒരേ സമയം ആക്രമിക്കുമ്പോൾ ആ കപ്പലിന്റെ കമ്പ്യൂട്ടറൈഡ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് അമിത ഭാരം കൊണ്ട് നിശ്ചലമാകാൻ സാധ്യതയുണ്ട്. ഓരോ ബോട്ടിനെയും വെവ്വേറെ ലക്ഷ്യം വെക്കുക എന്നത് സങ്കീർണമായ പ്രക്രിയയാണെന്ന് അറിയാമല്ലോ അല്ലെ. ഇതിനു പുറമെ ഇറാന്റെ പക്കലുള്ള ഗാദിർ ക്ലാസ് മിനി അന്തർവാഹിനികൾക്ക് പേർഷ്യൻ ഗൾഫിലെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ ഒളിച്ചിരുന്ന് നിശബ്ദമായി ആക്രമണം നടത്താനും സാധിക്കും. ഇവയുടെ വലിപ്പക്കുറവ് കാരണം സോണാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തുക പ്രയാസകരവുമാണ്. കടലിനടിയിൽ മൈനുകൾ വിതറുന്നതിലും ഇറാൻ വലിയ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഉപരിതലത്തിലും കടലിനടിയിലും ഒരുപോലെ അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ തൊടുത്തുവിടാൻ ഇറാന് സാധിക്കും. ഇത്തരം സാഹചര്യത്തിൽ ലോകത്തിലെ എത്ര വലിയ നാവിക ശക്തിക്കും മിനിറ്റുകൾക്കുള്ളിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളിലെ ഏറ്റവും നിഗൂഢവും മാരകവുമായ വിഭാഗമാണ് അവരുടെ ഇന്റലിജൻസ് ശൃംഖലയും ഹൈബ്രിഡ് യുദ്ധമുറയും. അതായത് അമേരിക്കൻ സൈന്യം സാങ്കേതിക വിദ്യയിൽ വിശ്വസിക്കുമ്പോൾ ഇറാൻ വിശ്വസിക്കുന്നത് ശത്രുവിന്റെ ആത്മവിശ്വാസത്തിന്റെ ഉള്ളിൽ നിന്ന് തകർക്കുന്ന അദൃശ്യ യുദ്ധത്തിലാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള അമേരിക്കൻ താവളങ്ങളുടെ ഓരോ ചലനവും ഇറാന്റെ ചാര ശൃംഖലകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സാന്നിധ്യം ഇറാന് ഒരു വെല്ലുവിളിയാക്കുന്നതിനുപരിയായി കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളാണ് അനുഭവപ്പെടുന്നത്. ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നേരിട്ടുള്ള സൈനിക നീക്കത്തിന് മുൻപ് തന്നെ അമേരിക്കൻ കമ്മ്യൂണിക്കേഷൻ ടവറുകൾ, എണ്ണ സംഭരണശാലകൾ, വൈദ്യുതി വിതരണ ശൃംഖലകൾ എന്നിവ ഇറാന്റെ സ്ലീപ്പർ സെല്ലുകളിലൂടെയോ സൈബർ വിങ്ങിലൂടെയോ നിശ്ചലമാക്കപ്പെടുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം അവയുടെ ഭൂമിശാസ്ത്രപരമായ സാമീപ്യമാണ്. ഇറാന്റെ പക്കലുള്ള ഹ്രസ്വദൂര മിസൈലുകൾക്കും
ഡ്രോണുകൾക്കും സെക്കൻഡുകൾക്കുള്ളിൽ ഈ താവളങ്ങളെ ചാരമാക്കാൻ സാധിക്കും. പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യ ഇറാൻ ഇതിനോടകം വികസിപ്പിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. കൂടാതെ ലോകത്തെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തുന്ന മൈൻ നിക്ഷേപം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ പര്യാപ്തവുമാണ്. കടലിനടിയിൽ നിശബ്ദമായി കാത്തിരിക്കുന്ന ഈ സ്ഫോടക വസ്തുക്കളെ കണ്ടെത്തുക എന്നത് അമേരിക്കൻ നാവികസേനയ്ക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു കാര്യവുമാണ്. യുദ്ധം വെറും അതിർത്തിയിൽ ഒതുങ്ങുന്നില്ല എന്നും അത് അമേരിക്കയുടെ ഓരോ സൈനിക താവളത്തിലേക്കും വ്യാപിക്കുമെന്നും ഇറാൻ ഉറപ്പുവരുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ. ഇറാന്റെ ഈ പ്രതിരോധ വലയം തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കാത്തത് കേവലം ഒരു സൈന്യമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി പടുത്തുയർത്തിയ ഒരു വിപ്ലവ സന്നദ്ധത ആയതുകൊണ്ട് തന്നെയാണ്. അമേരിക്കയുടെ കൈവശം മികച്ച ബ്രോഷറുകൾ ഉള്ള ആയുധങ്ങൾ ഉണ്ടാകാം, എന്നാൽ ഇറാന്റെ പക്കൽ യുദ്ധഭൂമിയിൽ പ്രായോഗികമായി പരീക്ഷിച്ച തന്ത്രങ്ങളാണുള്ളത്. അമേരിക്കയെ പോലുള്ള ഒരു വൻ ശക്തിയെ അവരുടെ സ്വന്തം തട്ടകമായ പശ്ചിമേഷ്യയിൽ വെച്ച് തന്നെ നിഷ്പ്രഭമാക്കാൻ ഇറാന് അധിക സമയം വേണ്ടി വരില്ല എന്നതാണ് വസ്തുത.